നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 1 വാട്ട് ഹൈ ബ്രൈറ്റ് LED യൂസ് ചെയ്തിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എമർജൻസി ലൈറ്റാണ്. കറണ്ട് പോകുമ്പോൾ ഇവൻ കത്തും, കറണ്ട് വരുമ്പം ഇവനങ്ങ് ഓഫാവും. കറണ്ട് പോകുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്ത് അവൻ വർക്ക് ചെയ്യും, കറണ്ട് വരുന്ന സമയത്ത് ബാറ്ററിയെ ചാർജ് ചെയ്യും. ബാറ്ററി ഓവർ ചാർജ് ആവുമെന്നോ ഡീപ്പ് ഡിസ്ചാർജ് ആവുമെന്നോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. കാരണം അങ്ങനത്തെ ഒരു വളരെ വില കുറഞ്ഞ ഒരു മോഡ്യൂൾ യൂസ് ചെയ്താണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സാധനത്തെ ഉണ്ടാക്കാൻ വേണ്ടി വളരെ മിനിമലായിട്ടുള്ള കോമ്പണൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ മൊബൈലിൻ്റെ ഏത് ചാർജർ വേണമെങ്കിലും യൂസ് ചെയ്യാം, പഴയതായാലും മതിയാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹേർട്ടായിട്ടുള്ള കോമ്പണൻറ്റ് ഈ ഒരു 5 വോൾട്ട് റിലേ ആണ്. ഈ റിലേ വെച്ചാണ് ഈ കളികൾ മുഴുവൻ നടത്തുന്നത്. പിന്നെ ബാറ്ററി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എല്ലാം ഈ ഒരു മോഡ്യൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് വളരെ വില കുറഞ്ഞ ഒരു സാധനമാണ്. ഒരു 10-35 രൂപയ്ക്ക് താഴെ ഉള്ളൂ വില. ഇതിൻ്റെ 2 ചാർജിങ് ടൈപ്പ് അവൈലബിൾ ആണ്. ഒന്ന് മൈക്രോ USB ടൈപ്പും ടൈപ്പ് സി. ഞാനിവിടെ ടൈപ്പ് സി ഉപയോഗിച്ചുള്ളതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി. ഇപ്പോൾ കുറ്റാക്കുരുട്ട് മൊബൈലും അടുത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സർക്യൂട്ടിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഇതിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ടേ. ഞാൻ റിലേ TP4056 എന്ന ചാർജിങ് മോഡ്യൂളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ചാർജർ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ശ്രദ്ധിച്ചോണം റിലേയുടെ ടിക് ടിക് സൗണ്ട്. ഇത് പഴയൊരു ലാപ്ടോപ്പിലെ ബാറ്ററിയാണ്. HP ലാപ്ടോപ്പിൽ നിന്ന് ഇളക്കിയെടുത്ത ബാറ്ററിയാണ്. 3000 mAh. മറ്റേത് 18650 2000 mAh ബാറ്ററി. നമുക്കിതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ തൽക്കാലം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ 18650 2000 mAh ബാറ്ററിയാണ്. ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആംബിയർ കൂടുന്നതനുസരിച്ച് ലൈറ്റിങ്ങിൻ്റെ ബാക്കപ്പ് ടൈം കൂടും. അപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ കോമ്പാക്റ്റ് ആവുന്നതിന് വേണ്ടി ഞാൻ 18650 യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ട. ഇതിപ്പം ബാറ്ററി ചാർജ് ആവോ ഫുള്ളി ചാർജ് ആവോ അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. കാരണം ഈ ഒരു മോഡ്യൂൾ ഉള്ളതുകൊണ്ട് ഡീപ്പ് ഡിസ്ചാർജും ഓവർ ചാർജിങ് എല്ലാം ഇവൻ തന്നെ കൺട്രോൾ ചെയ്തോളും. അപ്പം നമ്മളൊന്നിനെക്കുറിച്ചും അറിയണ്ട.
ഇതാണ് ഈ സാധനത്തിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. ഞാൻ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് പറഞ്ഞുതരാമേ. ഇതിനകത്താണെങ്കിൽ നിങ്ങൾ ആ ചാർജിങ് ഇൻപുട്ടില്ലേ, ചാർജിങ് അതിൻ്റെ ഇൻപുട്ട് ഡയറക്റ്റായിട്ട് എടുത്ത് റിലേയുടെ കോയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. മാത്രമല്ല ബാറ്ററി ടെർമിനലിൻ്റെ പോസിറ്റീവ് സപ്ലൈ എടുത്ത് കോമൺ ടെർമിനലിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം കറണ്ട് ഉള്ള സമയത്ത് ഈ റിലേ എന്നുള്ളത് പറഞ്ഞാൽ എനർജൈസ്ഡ് ആയിരിക്കും. എനർജൈസ്ഡ് ആകുമ്പം ഈ റിലേയുടെ കോമൺ ടെർമിനൽ നോർമലി ഓപ്പൺ ടെർമിനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മളവിടെ ഒരു കണക്ഷനും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ബാറ്ററി ചാർജിങ് ആയിരിക്കും. ഇനി കറണ്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ റിലേ ഡി എനർജൈസ് ആവും. അപ്പോൾ ആ കോമൺ ടെർമിനൽ നോർമലി കണക്റ്റഡ് ടെർമിനലിലോട്ട് കണക്റ്റ് ആവും. ആ നോർമലി കണക്റ്റഡ് ടെർമിനലിൽ നമ്മൾ എന്തൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഡയോഡ് കൊടുത്തിട്ടുണ്ട്, 2 1 വാട്ടിൻ്റെ ഹൈ ബ്രൈറ്റ് LED കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് പറ്റും? ഈ LED അങ്ങ് കത്തും. ഈ ഡയോഡ് എന്തിനാണ് കൊടുത്തേക്കുന്നത്? ഒരു 0.7 വോൾട്ടിൻ്റെ ഒരു ഡ്രോപ്പ് വരാൻ വേണ്ടിയാണ്. കാരണം ഈ LEDയുടെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ 3.4 വോൾട്ടാണ് മാക്സിമം. ബാറ്ററി ഫുള്ളി ചാർജ് ആകുമ്പോൾ 4.2 വോൾട്ടും ആവും. അപ്പം ഈ 0.7 വോൾട്ട് വരുമ്പം ആ LEDക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് ആവും. ഇനി ടെസ്റ്റിംഗ് ടൈം. ഇപ്പം ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ LED കത്തി. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇൻപുട്ടിൽ പവർ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ബാറ്ററി എന്നുള്ള പവർ ഉപയോഗിച്ചാണ് കത്തുന്നത്. ഞാൻ പവർ സപ്ലൈ കൊടുത്ത ഉടനെ ആ LED അങ്ങ് അണഞ്ഞു. നിങ്ങൾക്ക് ഈ ചാർജിങ് മൊഡ്യൂളിൽ ബ്ലൂ LED കത്തിയിരിക്കണം കാണാം. അതിന് കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ഫുള്ളി ചാർജ്ഡാണ്. ഇനി ബാറ്ററി ചാർജിങ്ങിലാണെങ്കിൽ അത് റെഡായിട്ട് കത്തും. ഞാൻ പവർ സപ്ലൈ ഓഫ് ചെയ്തപ്പോൾ ഇത് കത്തി, ഓൺ ചെയ്തപ്പോൾ അണഞ്ഞു. കാരണം ഇത് ഫുള്ളി കറക്റ്റ് വർക്കിംഗ് ആണ്. ഈ സർക്യൂട്ടിന് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇവ കറണ്ട് പോകുമ്പോൾ കത്തും, കറണ്ട് വരുമ്പോൾ അണയും. ഇത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എല്ലാം വർക്ക് ചെയ്യും, ഇതേപോലെ തന്നെ വർക്ക് ചെയ്യും. നമുക്ക് പകൽ ഈ ലൈറ്റ് കത്തേണ്ട കാര്യമൊന്നുമില്ല, രാത്രി മാത്രം കത്തിയാൽ മതി. അപ്പോൾ എൻ്റെ ജസ്റ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സെൻസറും കൂടെ ഇത് ചെയ്യും, ഡാർക്ക്നെസ് സെൻസർ. അപ്പം രാത്രിയാണെങ്കിൽ മാത്രമേ അവൻ വർക്ക് ചെയ്യുള്ളൂ. ഈ സാധനത്തിന് നല്ല ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ. ഞാൻ സ്റ്റുഡിയോയുടെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ കണ്ട നല്ല ബ്രൈറ്റായിട്ട് കത്തണം. ഇപ്പം ആകെ 20 വാട്ടിൻ്റെ ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ എൻ്റെ റൂമിൽ. അപ്പോൾ ആ ഒരു വെളിച്ചത്തിലാണ് ഇത്രയും ബ്രൈറ്റ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ രാത്രി എത്രമാത്രം ബ്രൈറ്റ് ആയിരിക്കുമെന്ന്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയറും ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിന്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.